ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു PSC എക്സാം ഉണ്ടായിരുന്നേ. രാവിലെ 7:15 എക്സാം. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോകേണ്ടതുകൊണ്ട് ഞങ്ങളിവിടുന്ന് ഒരു 5:30ക്കാണ് പുറപ്പെട്ടത്. എൻ്റെ എക്സാം സെൻറ്റർ കണ്ണൂരാണ്. കണ്ണൂരേക്ക് KSRTC ബസ്സിലാണ് പോയത്. ഇന്നൊരു മെയിൻ എക്സാം ആയതുകൊണ്ട് ആൾ കുറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നാലും ബസ്സിൽ ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല. കണ്ണൂർ വരെ നിന്നു, 1 മണിക്കൂർ നിന്നു. എക്സാം സെൻറ്ററിൽ നേരത്തെ എത്തുന്നുണ്ടെന്നുകൊണ്ട് ഇന്നൊരു 4:30ക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്ന് നല്ല ഉറക്കം തോന്നുന്നുണ്ടായിരുന്നെങ്കിലും ഇരിക്കാൻ സീറ്റ് കിട്ടാത്തതുകൊണ്ട് അത് നടന്നില്ല. 6:45 ആകുമ്പോൾ തന്നെ കണ്ണൂരെത്തി. പിന്നെ അവിടുന്ന് വേഗം ഒരു ഓട്ടോ പിടിച്ച് എക്സാം സെൻറ്ററിലെത്തി. ഇന്ന് രാവിലെ മഴയില്ലാത്തത് വളരെ സൗകര്യമായി. എന്നാലും അവിടേക്ക് ചളിയായിരുന്നു, സ്കൂളിൽ നിറയെ ചളിയുണ്ടായിരുന്നു. രാവിലെ നേരത്തെ എണീക്കുക എന്നൊരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ എക്സാമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. രാവിലെ ഒരു ഫ്രഷ് ആയിരിക്കുമ്പോൾ നമ്മൾ ബസ്സിലൊക്കെ പോയി എക്സാം എഴുതുന്ന ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. അവിടുത്തെ ഇപ്പോൾ എല്ലാവരും വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ബുക്കൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫോണിലും ക്ലാസ് കേൾക്കാനൊന്നും നിന്നിട്ടില്ല. ഞാനിങ്ങനെ പുറത്ത് ആൾക്കാർ വരുന്നതും പോകുന്നതും നോക്കിക്കൊണ്ടേയിരുന്നു കുറച്ച് നേരം. ടൗൺ HSS കണ്ണൂരായിരുന്നു എനിക്ക് എക്സാം സെൻറ്റർ. ഇവിടെ ഞാൻ എക്സാമിന് കുറേ തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എനിക്കൊരു അപരിചിതത്വമൊന്നും തോന്നിയിട്ടില്ല. 1 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി തീർന്നു. പിന്നീടുള്ള അരമണിക്കൂർ വെറുതെ ബോറടിച്ച് ഉറക്കം തൂങ്ങി അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാറായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഴയില്ലെങ്കിലും അവിടെ വഴിക്കൊക്കെ നിറയെ ചളി വെള്ളമൊക്കെ ആയിരുന്നു. അതൊക്കെ ചവിട്ടാതെ തുള്ളി അങ്ങനെ നടന്ന് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ കണ്ണൂർ സ്റ്റാൻഡിലോട്ട് വന്നു. രാവിലെ നേരത്തെ തന്നെ പോയതുകൊണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഞാനവിടെ കണ്ണൂരിലെ ഒരു റെസ്റ്റോറൻറ്റ് കയറി. ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റ് വളരെ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കണ്ണൂർ വല്ലപ്പോഴും പോയി കഴിഞ്ഞാൽ കയറുന്ന ഒരു ഹോട്ടലാണിത്. രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ അവിടെ ആളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ചുറ്റും വീഡിയോ എടുത്തു. ഞാനിന്ന് മലയാളികളുടെ പ്രിയ ഭക്ഷണമായ പൊറോട്ട തന്നെയാണ് കഴിച്ചത്. വല്ലപ്പോഴും പൊറോട്ട കഴിച്ചാൽ കുഴപ്പമില്ല എന്നല്ലേ പറയാറ്. അതുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പൊറോട്ടയും ഒരു കുറുമക്കറിയാണ് കഴിച്ചത്. ചെറിയൊരു എരിവുണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അധികം ഹോട്ടലിലും ആളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫോണൊക്കെ വെച്ച് വീഡിയോസൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് ഫുഡ് കഴിച്ചത്. രാവിലെ ചായ ഒന്നും കുടിക്കാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു കാപ്പി കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫിൽറ്റർ കോഫി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അവിടുന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ബസ് വന്നു, പയ്യന്നൂർ ബസ് വന്നു. അപ്പോൾ അത് ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സായിരുന്നു. അതിൽ അപ്പോൾ തന്നെ അത് പോകുമ്പം അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ തന്നെ ആയതുകൊണ്ട് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സീറ്റ് കിട്ടിയതുകൊണ്ട് കുറച്ച് നേരം ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ച് നിന്നു. പക്ഷെ ഉറക്കം വന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ പുറത്ത് കാണാൻ മാത്രം കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. റോഡ് പണി നടക്കുന്നതുകൊണ്ട് മൊത്തം കുത്തിപ്പൊളിച്ച് ഇട്ടിരിക്കുകയാണ് എല്ലായിടത്തും. അതുകൊണ്ട് എന്നാലും പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരുന്നു. ഉറക്കം വന്നില്ല, അതുകൊണ്ട് അങ്ങനെ നോക്കിയിരുന്നു. അങ്ങനെ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ച് നാട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എക്സാം വളരെ ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേക്കൻസി കുറവാണ്. അപ്പോൾ കട്ട് ഓഫ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എക്സാം വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്